നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഉപ്പട അങ്ങാടിയിൽ നിന്ന് ആകെ ഇതിലേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. നമ്മുടെ കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗം നോക്കി അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു 42 സെന്റ് സ്ഥലം, അതിൽ ഒരു നല്ലൊരു കിടിലം വീട്. ആ വീട് പഴക്കമുണ്ടെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല ചൊറുക്കുള്ള നല്ല സൂപ്പർ വീട് അപ്പം കാണിക്കണേ. ഈ വീടിന്റെ വലതു ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കൂടുതലുള്ളത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തോട്ടാണ് ഇനി കൃഷികൾ ഇല്ല, എല്ലാ ഐറ്റംസ് ഉണ്ട്. മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ എല്ലാ ഐറ്റം ഉണ്ട്. പിന്നെ ഏകദേശം വാഴ ഉണ്ട്. എല്ലാം ഏകദേശം എന്താ പറയാ, അതിൽ ഇല്ലാത്ത ഐറ്റം ഇല്ലാത്തത് എന്താണെന്നേ ചോദിക്കുള്ളൂ. അത്ര എല്ലാ സാധനങ്ങളുള്ള അടിപൊളി ഒരു 42 സെന്റ് സ്ഥലം ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. വണ്ടി നമുക്ക് കാറുകൾ അതേമാതിരി ബൈക്കുകളൊക്കെ കയറ്റി നിർത്താൻ നല്ല സ്പേസ്, നല്ല സൗകര്യമുണ്ട്. പുറത്തോട്ട് നല്ല സീറ്റ് ഇട്ടിട്ടുണ്ട്. വീടുകൾ അത്യാവശ്യം നല്ല വീട്, കുഴപ്പമില്ലാത്ത വീടുകളുള്ള ഒരു ഏരിയ കൂടിയാണ്. വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്. അതാണ് നിങ്ങളോട് പറഞ്ഞത്. മലയോര ഹൈവേ നിന്ന് ആകെ ഇതിലേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. ചെമ്പൻകൊല്ലി അങ്ങാടി നിന്ന് ഏകദേശം എത്ര ഉണ്ടാവും ഇവിടുന്ന്? ചെമ്പൻകൊല്ലിന്ന് 1 കിലോമീറ്റർ ഉള്ളതിലേക്ക്. ഞാൻ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഉൾഭാഗത്തോട്ട് പോകുമ്പോൾ മേലെ നല്ല ഇന്റീരിയർ വർക്ക് ചെയ്ത് നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് ഉഷാറായി ഇന്നൊക്കെ അത്യാവശ്യം നല്ല മോഡൽ തന്നെ വീട് കാണാനുള്ള. വീടിന്റെ ഉൾഭാഗത്തേക്ക് കയറുമ്പോഴാണ് നല്ല കാണാൻ തന്നെ. എന്നൊക്കെ നമുക്ക് ടേബിൾ, ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഹാളാണ് ഹാളുള്ളത്. തൊട്ടിപ്പുറത്ത് നമുക്ക് TV കാണാനുള്ള സൗകര്യം നോക്കി അത്യാവശ്യം ഫുൾ സെറ്റിലാണ് വീട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ വലതു ഭാഗത്തെ ഫസ്റ്റത്തെ റൂം കാണിച്ചതാ. വീട് ഏകദേശം ഒരു ഒതുങ്ങിയൊരു സ്പേസ് ആണെങ്കിലും ഉള്ളത് അതൊരു കാണാൻ തന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ തലമുറയുള്ള വരുന്ന മക്കളൊക്കെ ഇതാണ് നോക്കുക. ഏറ്റവും കൂടുതൽ നല്ല സൗകര്യമുണ്ടോ എന്ന് നോക്കും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തെ 2ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. നോക്കി ഓവർ സ്പേസ് ഇല്ല, എന്നാലും ഉള്ളത് ഒതുക്കത്തിൽ നമുക്ക് മുകൾ ഭാഗത്ത് സീലിംഗ് ചെയ്ത്. ഒരു വീടെടുക്കുന്ന വ്യക്തികൾക്ക് തുടക്കാൻ ചില ആളുകൾക്ക് ഊരുവേദന, കാൽവേദന എല്ലാം ഉള്ള ആളുകൾക്ക് ഒരു ഒതുങ്ങിയ വീട് കിട്ടുന്നെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോകുന്നത് വർക്കരയിലേക്കാണ്. വർക്കര ഭാഗത്തോട്ട് നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, എനിക്ക് അലമാരൊക്കെ ഫുള്ള് വലിപ്പ് മോഡലൊക്കെ കൊടുത്ത് ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പാത്രം ഐറ്റംസും എല്ലാ സാധനങ്ങളും വെക്കാനും. അതേമാതിരി ആലുവ അടുപ്പ് ഇതിന് ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതാക്കി ഗ്യാസ് വെക്കാനും ചെറുതായിട്ട് കട്ടിങ് അടിവാക്കത്ത് കൊടുത്ത് ഗ്യാസ് വെക്കാനുള്ള സൗകര്യം. പിന്നെ അതേമാതിരി ഹാഫ് വരെ ടൈലിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് നമുക്ക് ടിന്നുകൾ സാധനങ്ങളൊക്കെ വെക്കാം. ഇനി പുറത്തോട്ട് ആ വർക്കര ഭാഗത്തോട്ട് ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്തിരുന്നത്. കണ്ടോ, ഈ വീടിലുള്ള സാധനം കേട്ടോ. പൊളി നോക്കി നിങ്ങള്. സൂപ്പറായിട്ട് നല്ല സൗകര്യമുള്ള ഒരു ആലുവ അടുപ്പ് ഇതിലുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന വർക്കരയിലേക്ക് വന്നപ്പോൾ ഡിസൈൻ മാറി. ഇതിന്റെ അടുത്ത ടൈലീസിന്റെ ഡിസൈൻ മാറി. ഇങ്ങോട്ടൊരു സ്പേസ് നോക്കി നിങ്ങൾ. എന്താ സൗകര്യം! എത്ര മഴ പെയ്താലും ഒരു കംപ്ലൈന്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സൈഡ് ഭാഗത്തോട്ട് ബാക്ക് ഭാഗത്തോട്ട് നല്ലതിട്ട് ഉള്ള ഗ്രില്ലിട്ട് ഒരു പക്ഷികൾ കയറാൻ പറ്റാത്ത രൂപത്തിൽ പാത്രം കേൾക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെയാണ് ഇനി നമുക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് ഒരു രോഗിയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് പോകാൻ സാധാ ക്ലോസറ്റ് ഇതിലുണ്ട്. ഇനി രോഗിയല്ല, നമുക്ക് ശരിക്കും ഇരുന്നു കൊണ്ട് അതായത് ഒരു ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ സാധാ ടോയ്ലറ്റ് ഇതാ കണ്ടുപിടിക്കുന്നത്. അത് എല്ലാ സൗകര്യം ഉണ്ട് ഇതിൽ. ഏകദേശം 42 സെന്റ് സ്ഥലം കേട്ടോ. എത്രയാണ്? 42 സെന്റ് സ്ഥലം. നല്ല വരുമാനം ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അമ്പലം, പള്ളി, ചർച്ച് എല്ലാം ഏകദേശം 1 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. നല്ല അതിമനോഹരമായ നല്ലൊരു വീട് തന്നെ. അപ്പൊ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ? റബ്ബർ അതേ നമുക്ക് ഒരു വരുമാനം ഏകദേശം ഇതിമ തന്നെ കിട്ടാണ്ട് കിട്ടും. ഇവിടെ തന്നെ മുകളിൽ ഭാഗത്ത് ഇപ്പൊ നമുക്ക് അടുത്ത കൊല്ലത്തിലൊക്കെ വെട്ടാൻ പറ്റിയൊരു ഇതാണ്. തൈകളും മരങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വരുമാനമുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ 2 നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും. നമ്മൾ ഇതിന് 42 സെന്റ് സ്ഥലം ചോദിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടല്ലേ, ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് നമുക്ക് സംസാരിക്കാം. വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കിക്കോളൂ.